പ്രകൃതിയുടെ അപൂർവ സൗന്ദര്യം സമ്മാനിച്ച് തട്ടേക്കാട് മിനി സ്വിറ്റ്സർലാൻഡ്. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലാണ് പ്രകൃതിയുടെ ഈ അനുഗ്രഹം. വർഷം മുഴുവൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. ഫോട്ടോഗ്രാഫി പ്രേമികൾക്കും പ്രകൃതി സ്നേഹികൾക്കും കുടുംബസമേതം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പ്രദേശം ഏറെ പ്രിയപ്പെട്ടതു തന്നെ. സഞ്ചാരികളുടെ ഹൃദയം കവർന്നെടുത്ത പ്രകൃതിയുടെ മറ്റൊരു മനോഹര കാഴ്ചയാണ് തട്ടേക്കാട് മിനി സ്വിറ്റ്സർലൻഡ്. പച്ചപുതച്ച കുന്നിൻ ചെരുവുകളും വിശാലമായ പുൽമേടുകളും പെരിയാർ നദിയുടെ ശാന്തമായ ഒഴുക്കും ഒരുമിച്ച് ചേരുന്ന ഒരു പ്രദേശം. ദൂരെ നിന്ന് നോക്കുമ്പോൾ പച്ചവിരിച്ച പരവതാനി പോലെ തോന്നുന്ന കുന്നിൻ പ്രദേശങ്ങൾ വിദേശ രാജ്യമായ സ്വിറ്റ്സർലൻഡിന്റെ താഴ്വരകളെ ഓർമ്മിപ്പിക്കുന്നതിനാലാണ് നാട്ടുകാർ ഈ പ്രദേശത്തെ സ്നേഹത്തോടെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിളിക്കുവാൻ തുടങ്ങിയത്. പിന്നീട് ആ പേര് സഞ്ചാരികൾക്കിടയിലും പ്രചാരത്തിലായി. വിവാഹപൂർവ്വ ഫോട്ടോഷൂട്ടുകൾ, ട്രാവൽ വീഡിയോകൾ, ഷോർട്ട് ഫിലിമുകൾ എന്നിവയുടെ ചിത്രീകരണത്തിനും ഈ പ്രദേശം ഇന്ന് ധാരാളമായി തിരഞ്ഞെടുക്കപ്പെടുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും മിനി സ്വിറ്റ്സർലൻഡിനെ കൂടുതൽ ജനകീയമാക്കിയിട്ടുണ്ട്. സമീപത്തുള്ള തട്ടേക്കാട് പക്ഷിസങ്കേതം, പെരിയാർ നദി, ബോട്ട് യാത്രകൾ എന്നിവയും ഈ പ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ദിനംപ്രതി ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ ചിലർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, ഭക്ഷണപ്പൊതികൾ, മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ വിവിധ ഭാഗങ്ങളിൽ കുമിഞ്ഞുകൂടുകയാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ആവശ്യമായ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടില്ല എന്നത് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുന്നു. പ്രകൃതിയുടെ ശാന്തതയും കുളിർമയുമാണ് ഇവിടെ എത്തുന്നവരെ വീണ്ടും വീണ്ടും മടക്കി വിളിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പസമയം മാറി നിൽക്കുവാനും ശുദ്ധവായു ശ്വസിക്കുവാനും മനസ്സിനും ശരീരത്തിനും പുതുമ പകരുവാനുമുള്ള അനുയോജ്യമായ ഇടമാണ് തട്ടേക്കാട് മിനി സ്വിറ്റ്സർലൻഡ്. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ വികസിപ്പിക്കുകയും മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരം ഒരുക്കുകയും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വിനോദസഞ്ചാര വികസന പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്താൽ കേരളത്തിലെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായി തട്ടേക്കാട് മിനി സ്വിറ്റ്സർലൻഡിന് മാറുവാൻ കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ 60 ന്യൂസ്, കോതമംഗലം.